മൈത്രേയനും ഹാഷ്മി താജ് ഇബ്രാഹിം തമ്മിലുള്ള ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ പരിപാടി അവതരിപ്പിച്ചതിന് ശേഷം അത് കണ്ടിട്ട് പറഞ്ഞേ ഒരു 15 മിനിറ്റ് എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മൈത്രേനെ മടക്കി കൂട്ടി എന്ത് ചെയ്താനെന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചേനെന്ന്. ആരാ? മൈത്രേയൻ. ആരെങ്കിലും പറയുന്ന വർത്താനമാണ് ഇത്. പിന്നെ ഇവരെ കൊണ്ട് മടക്കി കൂട്ടാൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ അയാൾ 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും എടുക്കൂല. ആ മൂന്നാമത്തെ വ്യക്തി തന്നെ ഇവന്റെ കറകുറ്റി അടിച്ചിട്ട് എന്ത് ചെയ്യും, വേണമെങ്കിൽ ഇവനെ അയാൾ ഇടിച്ച് മടക്കാൻ പറ്റും. അല്ലാതെ ആശയപരമായിട്ടൊന്നും മടക്കാൻ പറ്റില്ല. അങ്ങനെ മടക്കിയിട്ട് എന്ത് ചെയ്യും, അതുപോലും ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളിയുടെ ഇച്ഛാശക്തിയും പുള്ളിയുടെ വിൽ പവറൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ അങ്ങോട്ട് എഴുന്നള്ളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു വലിയ പ്രതിഭാസം ഇതെല്ലാം കേട്ട് കൈയടിക്കാൻ ജനം തയ്യാറുമാണ്. ഉണ്ടെന്നേ. അതിപ്പോ അലൻ ജോസ് പെരേരക്ക് കൈയടിക്കുന്നില്ലേ, ഈ പറയുന്ന പോലെ വേറെ ആളുകൾ കൈയടിക്കുന്നില്ലേ, അങ്ങനെ ആറാട്ടണ്ണന് കൈയടിക്കുന്നില്ല, അങ്ങനെയൊക്കെ കൈയടിക്കും. മനസ്സിലായി? അല്ലാതെ ആളുകൾ ആരും നാളെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കൈയടിക്കും. പക്ഷെ ഈ കൈയടിക്കുന്ന ആരും നാളെ ഇലക്ഷന് വന്നു ഒട്ടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്.